ഇതിനു മുമ്പും കേരളം ഇതുപോലുള്ള ദുരന്തങ്ങളിൽ കൈത്താങ്ങായ നിമിഷങ്ങൾ നമ്മൾ കണ്ടതാണ്. എല്ലാവരും ഒത്തുചേർന്നു കൈമൈ മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു. ഇന്നും അതേ കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. സിനിമാ താരങ്ങളും അതിന് മുൻകൈയെടുത്തു എന്നതും അവരെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യുകയാണ്. നമ്മുടെ സൂപ്പർ താരങ്ങളും അതിന് പങ്കുവയ്ക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി നടി നിഖില വിമലാണ് ആദ്യം കാണാൻ കഴിഞ്ഞത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വയനാട്ടിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന തളിപ്പറമ്പ് കളക്ഷൻ സെന്ററിലാണ് നിഖില വളണ്ടിയറായി പ്രവർത്തിക്കുന്നത്. രാത്രിയേറെ വൈകിട്ടും മറ്റ് വളണ്ടിയർമാർക്കൊപ്പം കളക്ഷൻ സെന്ററിലെ പ്രവർത്തനങ്ങളിൽ നിഖില പങ്കാളിയായി. സജീവമായി പ്രവർത്തിക്കുന്ന താരത്തിന്റെ വീഡിയോ ഡിവൈഎഫ്ഐ ഔദ്യോഗിക പേജിൽ പങ്കുവച്ചു. നിഖിലയെ അഭിനന്ദിച്ചും പ്രശംസിച്ചും നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. പ്രാർത്ഥനയിലും പോസ്റ്റിലും മാത്രം ഒതുങ്ങാതെ നേരിട്ടിറങ്ങി പ്രവർത്തിക്കാൻ നിഖില കാണിച്ച മനസ്സ് കൈയടിയറിയിക്കുന്നു എന്നിങ്ങനെയുള്ള കമന്റുകളാണ് എത്തുന്നത്. മറ്റുള്ളവർക്ക് മാതൃകയാണ് നിഖിലയുടെ ഈ പ്രവർത്തനങ്ങളെന്നും ചിലർ കമന്റ് ചെയ്തു. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിനിയാണ് നിഖില വിമൽ. നിലപാടുകളും രാഷ്ട്രീയവും എന്നും തുറന്നു പറയുന്നതിൽ മടി കാണിക്കാത്ത താരമാണ് നിഖില വിമൽ. ഇതിന്റെ പേരിൽ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും കൃത്യമായ അഭിപ്രായങ്ങൾ എപ്പോഴും താരം തുറന്നു പറയാറുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ പ്രമുഖരായ മന്ത്രിമാരും രക്ഷാദൌത്യത്തിൽ നേരിട്ടിറങ്ങിയ കാഴ്ചകളും നമ്മൾ കണ്ടു. രാവിലെ മുതൽ ആരംഭിച്ച രക്ഷാദൌത്യത്തിൽ പങ്കുചേർന്ന നമ്മുടെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും കെ രാജനും എത്തിയ കാഴ്ച വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായി മാറി. അങ്ങനെ കേരളം ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച വീണ്ടും കാണുകയാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഓരോ വ്യക്തികളും സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും. കൂടാതെ സിനിമകളുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുകളും റിലീസുകളും എല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ് നമ്മുടെ താരങ്ങൾ. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ സിനിമകളുടെ റിലീസ് മാറ്റിവെക്കുന്നു, അപ്ഡേറ്റുകളും മാറ്റിവെക്കുന്നു എന്ന് നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും ഒക്കെ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങൾ മുൻകരുതൽ പോസ്റ്റുകൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ദുരന്ത പശ്ചാത്തലത്തിൽ സുരക്ഷിതരായിരിക്കാൻ ആളുകളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ കൈത്താങ്ങളുമൊക്കെയായി മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ആരാധകരും മറ്റ് പ്രവർത്തകരും ഒക്കെ എത്തുന്നു എന്ന കാഴ്ചകളും നമ്മൾ കാണുകയാണ്.